ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ EBM എടുത്തിരുന്നു, ഇലക്ട്രോ ബീം മെഷീനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് നമ്മളൊരു കൺവെൻഷനിലുള്ള മെത്തേഡിൽ നിന്ന് നമ്മൾ നോൺ കൺവെൻഷണൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതും, ഡ്രില്ലിംഗ് പോലുള്ള അതുപോലെ തന്നെ ഒരുപാട് കട്ടിങ് പോലുള്ള ഈ മൈക്രോ ലെവലിൽ കട്ടിങ് പോലുള്ളത് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഏതൊക്കെ മെഷീനിങ് മെത്തേഡിലൂടെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കി പോകുന്നുള്ള കാര്യം ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ആണ്. അപ്പോൾ എന്താണ് ECM? നമുക്കതിന് ഷോർട്ട് ഫോമിൽ തന്നെ വിളിക്കാം. എന്താണ് ECM? ECM എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ ആ മെറ്റീരിയൽസിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ആണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുക. സോ നമുക്ക് ബേസിക് അതിൻ്റെ ടെർമിനോളജി എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷനിലൂടെ നമുക്ക് ആ ടെർമിനോളജിയിലേക്ക് വരാം. നമുക്കൊരു കാത്തോഡ് ഉണ്ടാവും, ഒരു ആനോഡ് ഉണ്ടാവും, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു മെഷീനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണോ സാധാരണ രീതിയിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്തിരുന്നത് ആ മെത്തേഡ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മീൻസ് ഇലക്ട്രോ പ്ലേറ്റിംഗിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒരു കോപ്പറിൻ്റെ കാത്തോഡും ഉണ്ട്, ഒരു നിക്കലിൻ്റെ ആനോഡും ഉണ്ട്. നമ്മളൊരു ഹൈ വോൾട്ടേജ് കറണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് ആ കറണ്ട് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ആനോഡിലുള്ള മെറ്റീരിയൽ കോപ്പറിൻ്റെ മുകളിൽ നമുക്കൊരു കോട്ടിംഗ് ആയിട്ട് നമുക്ക് പോകും. അപ്പോൾ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റിലൂടെ ഒരു കെമിക്കൽ പ്രോസസ്സ് അവിടെ നടന്നിട്ട് നമുക്ക് ആ നിക്കലിൻ്റെ മെറ്റീരിയൽസ് അതിലൂടെ റിമൂവ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന കാത്തോഡിൽ പോയിട്ട് നമ്മൾ പോയി പ്ലേറ്റിംഗ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുക. ഇവിടെ പക്ഷെ നടക്കുന്നത് റിവേഴ്സ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവം ഇത് തന്നെയാണ്. മീൻസ് ആനോഡും കാത്തോഡും ഇലക്ട്രോലൈറ്റ് എല്ലാം ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും നമ്മൾ കാത്തോഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു ടൂളിൻ്റെ മുകളിൽ നമ്മൾ റിമൂവ് ചെയ്യുന്ന മെറ്റീരിയലിനെ കോട്ടിങ് കൊടുക്കുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോലൈറ്റ് ഹൈ പ്രഷറിൽ ഹൈ സ്പീഡിൽ നമ്മൾ പമ്പ് ചെയ്തിട്ട് അതിനെ പുറത്തേക്ക് ഫ്ലഷ് ചെയ്ത് കളയുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ഈസ് ആൻ ഇലക്ട്രോലൈറ്റ് മെറ്റീരിയൽ റിമൂവൽ പ്രോസസ് ഇൻവോൾവിങ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഷേപ്ഡ് ഇലക്ട്രോഡ്, എ കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് ആൻഡ് എ കണ്ടക്റ്റീവ് വർക്ക് പീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മാത്രം. അതൊരു റിവേഴ്സ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ദ ടൂൾ മസ്റ്റ് ബി പ്രോപ്പർലി ഷേപ്ഡ് ആൻഡ് പ്രൊവിഷൻ ഫോർ എ വേസ്റ്റ് റിമൂവൽ മസ്റ്റ് ബി മെയ്ഡ് എന്നുകൊണ്ടുള്ള രീതിയിൽ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്. ഇവിടെ നിൽക്കുന്നുണ്ട് ഇലക്ട്രോലൈറ്റിൻ്റെ ടാങ്ക് ഉണ്ട്. അതിലൊരു പമ്പ് വെച്ചിട്ടുണ്ട്, ഒരു പ്രഷർ ഗേജ് ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, ഫ്ലോ മീറ്റർ ഉണ്ട്. കാരണം എത്ര സ്പീഡിൽ എത്ര പ്രഷറിൽ നമ്മളത് പമ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതിൻ്റെ ഇവിടെയാണ് പ്രഷർ ഗേജും ഫ്ലോ മീറ്ററും. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അതിലൊരു എക്സ്ട്രാ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ്. അത് നമ്മൾ നേരെ ആ ടൂൾ വഴി കണക്ട് ചെയ്യും. ആ ടൂളിൽ നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് കാത്തോഡായിട്ടും ആക്ട് ചെയ്യും, വർക്ക് പീസ് ആനോഡായിട്ടും ആക്ട് ചെയ്യും. ഇനി ഈ ടൂള് നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ടാവും, ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ ഈ ഒരു നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള മെഷീനിങ് മെത്തേഡ്സിൽ നമ്മൾ ഒരിക്കലും ടൂളും വർക്ക് പീസും തമ്മിൽ ഒരിക്കലും നമ്മൾ കോണ്ടാക്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ വർക്ക് പീസും ടൂളും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിലൂടെ നമ്മൾ ഹൈ പ്രഷർ ഇലക്ട്രോലൈറ്റ് നമ്മൾ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുന്ന സമയത്ത് കാത്തോഡും അതുപോലെ ആനോഡ് എന്ന് പറയുന്ന ടൂളും വർക്ക് പീസും നമ്മൾ ഹൈ വോൾട്ടേജിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ വോൾട്ടേജ് സപ്ലൈയിൽ ഇത് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് നടന്ന് ഈ ടൂളിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ മെറ്റീരിയൽസ് ഇലക്ട്രോ പ്രോസസ്സിലൂടെ റിമൂവ് ആയിട്ട് ആ ഇലക്ട്രോലൈറ്റിലൂടെ പുറത്തു പോകുന്ന ആ ഒരു മെത്തേഡാണ് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതാണ് ടൂള്, ഇവിടെയുള്ള ഷേപ്പാണ് ടൂള്. ആ രീതിയിൽ വർക്ക് പീസ് ഇവിടെ നമുക്ക് കട്ട് ചെയ്യണം. അതിന് വേണ്ടി നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് നമ്മൾ അതിലേക്ക് പമ്പ് ചെയ്ത് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭാഗം റിമൂവ് ആയിട്ട് നമുക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടുന്നു. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുക. നമുക്ക് ടൂൾ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കോപ്പർ ഉപയോഗിക്കാം, ബ്രാസ് ഉപയോഗിക്കാം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാം. ഇലക്ട്രോലൈറ്റ് ഒരുവിധം ഇൻഓർഗാനിക് സാൾട്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സോഡിയം ക്ലോറൈഡ് ആണ് പറയുന്നത്. സോഡിയം നൈട്രേറ്റ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലൂടെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് അച്ചീവ് ചെയ്യുന്നത്.
ഓക്കെ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തെർമൽ മെക്കാനിക്കൽ സ്ട്രെസ്സസ് ഒന്നും ഇല്ല. കാരണം നമ്മൾ ഒരിക്കലും ടൂൾ കോണ്ടാക്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ വൈബ്രേഷൻസ് ഇല്ല, ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ജനറേറ്റ് ചെയ്യുന്നില്ല, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ ഒരു ഹീറ്റും അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഹീറ്റ് അഫക്റ്റഡ് ലെയേഴ്സ് ഇല്ല. ടൂൾ വിയർ കുറവാണ്. അതുപോലെ ഹൈ മെഷീനിങ് റേറ്റ്. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ ഹൈ പ്രഷറിൽ ഹൈ സ്പീഡിലാണ് ഇത് ഫ്ലഷ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇലക്ട്രോലൈറ്റിനെ നമ്മളതിലേക്ക് ഇത് ചെയ്യുന്നത്, ഫ്ലഷ് ചെയ്യുന്നത്. ആ സമയത്ത് അതേ സ്പീഡിൽ തന്നെയാണ് ഫ്ലഷ് ചെയ്ത മെറ്റീരിയലിനെ എടുത്തുകൊണ്ട് പോകുന്നത്, റിമൂവ് ആവുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സ് ഉണ്ടാവും. വേഗം നമുക്ക് മെഷീനിങ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ഹൈ മെഷീനിങ് റേറ്റ് എന്ന് പറയുന്നത്. ബെറ്റർ പ്രിസിഷൻ, നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് മെഷീനിങ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കൺട്രോൾഡ് മെറ്റീരിയൽ റിമൂവലാണ്. നമുക്ക് ഏതാണോ ടൂളിൻ്റെ സൈസ് അവിടെ മാത്രം മെറ്റീരിയൽ റിമൂവ് ആവുള്ളൂ. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ക്യാൻ ബി മെഷീൻഡ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ പാറ്റേണിങ്ങും അതുപോലെ റിമൂവൽ ഉള്ളതിനും നമുക്ക് ഈ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. മറ്റ് മെഷീനിങ് മെത്തേഡ്, നോൺ കൺവെൻഷണൽ മെഷീനിങ് മെത്തേഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇനി ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഒരു മാക്രോ സൈസിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കമ്പോണൻസിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് മെത്തേഡിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഇത്രയും നേരം ഞാൻ ചെയ്തത്. പക്ഷെ നമ്മൾ പോകുന്നത് നമുക്ക് ഇവിടെ മാക്രോ ലെവലിലല്ല, നമുക്ക് മൈക്രോ ലെവലിലാണ് വേണ്ടത്. അപ്പോൾ മൈക്രോ ലെവലിൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ മൈക്രോ മെഷീനിങ് ചെയ്യുന്നു എന്നുള്ള കേസാണ് നമുക്ക് ഇതിലേക്ക് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, കറണ്ട് ഡെൻസിറ്റി, ടൂളിൻ്റെ സൈസ്, അതുപോലെ തന്നെ നമുക്ക് ഫ്ലഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ നമുക്ക് കാത്തോഡും ആനോഡും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ഗ്യാപ്പ് വെച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സമയത്ത് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് ആണ്, ഷോർട്ട് സർക്യൂട്ട്സ് ഉണ്ടാവാം. ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാവും. അതെല്ലാം നമ്മൾ ഒരു വിധം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന മെഷീനിങ് മെത്തേഡാണ് ഇലക്ട്രോ കെമിക്കൽ മൈക്രോ മെഷീനിങ് എന്ന് പറയുക. EMM എന്ന് പറയും നമ്മൾ. മറ്റേ ECM എന്ന് പറഞ്ഞു, ഇവിടെ EMM എന്ന് പറയണു. അപ്പോൾ കുറച്ച് പാരാമീറ്റേഴ്സ് നോക്കി പോവാം. സോ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് നമുക്ക് എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യാം? അനോഡിക് റിയാക്ഷനിൽ, കറണ്ട് എഫിഷ്യൻസി, മാസ് ട്രാൻസ്പോർട്ട് എഫക്ട്സ്, കറണ്ട് ഡിസ്ട്രിബ്യൂഷനിൽ, ഷേപ്പ് എവല്യൂഷനിലൂടെയൊക്കെ നമുക്ക് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ള കേസാണ് ഇവിടെ പറയുന്നത്. ഇത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, ഇതിൻ്റെ കൂടുതൽ ഇതിലേക്ക് പോകണ്ട. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ പ്രോസസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ളതാണ്. DC സപ്ലൈ ഉണ്ട്, പൾസ് DC സപ്ലൈ ഉണ്ട്, അതുപോലെ ഇന്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ്, ഇലക്ട്രോലൈറ്റ് ടൈപ്പ്, പാസിവിറ്റി ഉണ്ട്, നോൺ പാസിവിറ്റി ഉണ്ട്, സൈസ്, ഷേപ്പ് ആൻഡ് മെറ്റീരിയൽ ഓഫ് ദ ടൂള്. ഇത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ സാധാ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിൽ നിന്ന് ഇലക്ട്രോ കെമിക്കൽ മൈക്രോ മെഷീനിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം ഇതിൽ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മൈക്രോ സൈസിൽ നമുക്ക് ഒരു മെഷീനിങ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു മെത്തേഡിൽ മെഷീനിങ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പൾസ് DC സപ്ലൈ ആണ് നമ്മളിവിടെ കൊടുക്കാറ്. പൾസ് DC സപ്ലൈ എന്ന് പറയുമ്പോൾ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് നമുക്ക് സപ്ലൈ ചെയ്യുക ഇതിലേക്ക്. നമ്മളെ ഇലക്ട്രോഡും നമ്മുടെ കാത്തോഡിലും ആനോഡിലും DC സപ്ലൈ കൊടുക്കുന്നതാണ്. മീൻസ് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജും കറണ്ടും നമ്മൾ കൊടുക്കുന്ന ആ ഒരു സപ്ലൈ പൾസ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കുക. പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ കൊടുക്കും, മൈക്രോ സെക്കൻഡ്സിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുക. ഒരു മൈക്രോ സെക്കൻഡിൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മൈക്രോ സെക്കൻഡിൽ ഇത് കട്ട് ചെയ്യും. അത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇലക്ട്രോഡ് ഗ്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ടാണ് ഇന്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ അങ്ങനെ വേറെ ഫിഗർ ഉണ്ടോ നോക്കട്ടെ, ഇത് വെച്ചിട്ട് തന്നെ പറയാം. ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, നമുക്ക് ഇതിനെ പൾസ് വെച്ചിട്ട് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ സ്പേസ് നമ്മൾ സാധാ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്ങിലാണെങ്കിൽ നമുക്കൊരു ഒരുവിധം നല്ലൊരു ഗ്യാപ്പ് നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം വലിയ മെഷീനിങ് പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ മൈക്രോ ലെവലിലേക്ക് വരുമ്പോൾ ചെറിയ ഗ്യാപ്പേ നമുക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. 0.1 മില്ലിമീറ്ററോ അങ്ങനെയൊക്കെ ഗ്യാപ്പേ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ DC സപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മളിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു കേസിൽ ഇവിടുന്ന് റിമൂവ് ആവുന്ന മെറ്റീരിയൽ ഇവിടെ തങ്ങി നിൽക്കുകയും ഇതും ആ റിമൂവ് ആവുന്ന മെറ്റീരിയലും ആ ഒരു പീസും ഇതും തമ്മിൽ ടച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ 0.5 സെക്കൻഡ്സിൽ കറണ്ട് കട്ട്, 0.5 മൈക്രോ സെക്കൻഡ്സിൽ
സപ്ലൈ കംപ്ലീറ്റ് കട്ടാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വല്ലതും ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ടൂളിനും കേടാണ്, അതുപോലെ വർക്ക് പീസിനും കേടാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ മെറ്റീരിയൽ റിമൂവ് ആയി പോവും, പല രീതിയിൽ സംഭവിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ആവാതിരിക്കാൻ വേണ്ടിയാണ് പൾസ് DC സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പൾസ് DC സപ്ലൈ കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് ഗ്യാപ്പ് വിട്ടിട്ടാണ്. അപ്പോൾ ആ ഗ്യാപ്പ് കൊടുക്കുന്ന സെക്കൻഡ്സിൽ ഇത് ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൂള് നമ്മുടെ കാത്തോഡും ആനോഡും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും നമുക്ക് സാധിക്കില്ല. അതിനു വേണ്ടിയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഈ ക്യാരക്ടറൈസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇലക്ട്രോഡ് ഗ്യാപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗ്യാപ്പ് നമുക്ക് അത്രയും ചെറുതേ വെക്കാൻ പറ്റുള്ളൂ, കാരണം മൈക്രോ സൈസിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ പൾസ് DC സപ്ലൈ നമുക്ക് കൊടുക്കുള്ളൂ. അതേപോലെ തന്നെ പാസിവിറ്റി ഇലക്ട്രോലൈറ്റും നോൺ പാസിവിറ്റി ഇലക്ട്രോലൈറ്റും നമ്മൾ കൊടുക്കുന്നതനുസരിച്ചായിരിക്കും ക്യാരക്ടറൈസേഴ്സ് വരിക. സോഡിയം ക്ലോറൈഡ് നോൺ പാസിവിറ്റിയും, അതേപോലെ സോഡിയം നൈട്രൈഡ് എന്ന് പറയുന്ന ഇത് നമുക്ക് പാസിവിറ്റി ഇലക്ട്രോലൈറ്റും ആണ്. നമ്മളിവിടെ ഇലക്ട്രോ കെമിക്കൽ മൈക്രോ മെഷീനിങ്ങിന് സോഡിയം നൈട്രൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, സോഡിയം നൈട്രൈഡ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ട്രോലൈറ്റിലൂടെ നമുക്ക് മൈക്രോ മെഷീനിങ് നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ടൂളിൻ്റെ മെറ്റീരിയൽ, ടൂളിൻ്റെ അതുപോലെ സൈസ്, ടൂളിൻ്റെ ഷേപ്പും ഇതിൽ ഇൻഫ്ലുവൻഷ്യൽ ആണ്. സോ ഇത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ മൈക്രോ മെഷീനിങ് അച്ചീവ് ചെയ്യുന്നത്. ഇതാണ് ഒരു സെറ്റപ്പ്. ഇതിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇലക്ട്രോ കെമിക്കൽ മൈക്രോ മെഷീനിങ് ആണെങ്കിലും ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ആണെങ്കിലും ഇതിൻ്റെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിൻ്റെ മെഷീനിങ്ങിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. കാരണം ഒരു സ്റ്റെപ്പർ മോട്ടോർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത്. കാരണം ഇത് നിങ്ങളിവിടെ നോക്കിക്കും, നമ്മളൊരു ഡ്രില്ല് ചെയ്യുകയാണ്, ഇതിൻ്റെ ഹോൾ ഡ്രില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ താഴേക്ക് മൂവ് ചെയ്യണം. ഇത് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ അത്രയും സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മൂവ്മെൻറ്റ് അച്ചീവ് ചെയ്യുന്നത് നമ്മൾ സ്റ്റെപ്പർ മോട്ടറിലാണ്. സോ ആ സ്റ്റെപ്പർ മോട്ടർ തന്നെ പല കമ്പോണൻസും വെച്ചിട്ടാണ് നമ്മൾ ഈ ടൂൾ ഹോൾഡറിൽ ഈ ടൂളിനെ കണക്ട് ചെയ്യുന്നത്. ഇനി ആ ടൂൾ ഹോൾഡറിൽ നിന്ന് ടൂൾ നമ്മൾ കണക്ട് ചെയ്യും. അതിലേക്ക് നമ്മൾ ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുമ്പോൾ ഇതിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ 0.2 to 2 മെഗാപാസ്കലിൻ്റെ ആ ഒരു ഫ്ലൂയിഡ് പ്രഷറിലായിരിക്കും ഇത് പമ്പ് ചെയ്യുന്നുണ്ടാവുക. ആ പമ്പ് ചെയ്തിട്ട് ആ ഗ്യാപ്പിലൂടെ കയറി വന്ന് ഫ്ലഷ് ചെയ്ത് എടുത്തുകൊണ്ട് പോകും. അതേപോലെ തന്നെ നമുക്ക് ക്രോമിയം സ്റ്റീൽ വർക്ക് പീസസ് എല്ലാം നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ NaHSSO3 എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രോലൈറ്റ് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിലൂടെ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഡ്രില്ലിംഗ് പോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൽ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മെഷീനിങ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം. സോ അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. നമുക്ക് ഇതാണ് DC പൾസ്ഡ് പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. 10 watt ആണ്, 5 ampere ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് നമ്മൾ മെയിൻ പവർ സോഴ്സ് നിന്ന് DC സപ്ലൈയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ദെൻ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ഡിറ്റക്ടർ ഉണ്ട്. സോ നമ്മൾ പറഞ്ഞിരുന്നു, ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.5 മൈക്രോ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇതിൽ കണക്ഷൻ കട്ട് ചെയ്തിരിക്കും. പിന്നെ ഒരു ഫ്രീക്വൻസി മീറ്റർ ഉണ്ട്, ഡിജിറ്റൽ ഓക്സിലോസ്കോപ്പ് ഉണ്ട്. സോ ഇത്രത്തോളം കമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ മൈക്രോ മെഷീനിങ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ അപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, നോസിൽ പ്ലേറ്റ്, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ഹെഡിലൊക്കെ ഉപയോഗിക്കുന്ന നോസിൽ പ്ലേറ്റ്സ് ഉണ്ടാക്കാനും, അതുപോലെ ഒരുപാട് ഹൈ അക്യുറസി ഹോൾസ് 3D മൈക്രോ മെഷീൻസ് എല്ലാം നമുക്ക് ഉണ്ടാക്കാനും നമ്മൾ ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് മൈക്രോ ലെവൽ 20 മൈക്രോമീറ്ററിൽ കട്ട് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ്. ഓക്കെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഹോൾസ് ആണ്. ഓക്കെ, കോണിക്കൽ ഷേപ്പ്ഡ് ഇത് ചെയ്തത്. അതുപോലെ തന്നെ സ്പൈറൽ ഷേപ്പിലെ ഡെപ്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമുക്ക് 3 മൈക്രോമീറ്ററിൽ കട്ട് ചെയ്ത് അച്ചീവ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിരുന്നു, വെൽ സ്യൂട്ടഡ് ഫോർ മെഷീനിങ് കോംപ്ലെക്സ് 2 ഡയമെൻഷണൽ ഷേപ്സ്, ഡെലിക്കേറ്റ് പാർട്സ് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഒരുവിധം വൈബ്രേഷൻസ് ഒന്നും നമുക്ക് ഇതിലില്ല. പിന്നെ പുവർലി മെഷീനിങ് മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാം. ഡിഫിക്കൽട്ട് ടു മെഷീൻ ജോമെട്രീസ് നമുക്ക് ഉപയോഗിക്കാം. ടൂൾ വിയർ നമുക്ക് കുറവാണ്. അതുപോലെ തന്നെ ഇനീഷ്യൽ ടൂളിംഗ് ക്യാൻ ബി ടൈംലി ആൻഡ് കോസ്റ്റ്ലി. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞിരുന്നു, ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കട്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയാണ്. അതിലുണ്ടാകുന്ന ഫ്യൂംസ് എല്ലാം എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് ബൈ പ്രൊഡക്ട്സിൽ. അതുപോലെ ടൂൾ ഡിസൈൻസ് കോംപ്ലിക്കേറ്റഡ് ആണ്, പവർ കൺസപ്ഷൻസ് കൂടുതൽ എടുക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇത് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് ഇത് എടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മൈക്രോ മെഷീനിങ് മാത്രം ഡയറക്റ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഇതിൻ്റെ സാധാരണ വലിയ മെഷീനിങ് ഒക്കെ എങ്ങനെ ഇതിൽ ചെയ്യണോ എന്നുള്ളത് നോക്കിയതിന് ശേഷമേ നമ്മൾ മൈക്രോയിലേക്ക് ചെയ്ത് കമ്പയർ ചെയ്ത് ഇത് പഠിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. കാരണം ഇപ്പോഴും
ഇത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഒരിക്കലും നമുക്ക് 100% ഈ മൈക്രോ മെഷീനിങ് ഇത് നമ്മൾ ഡെവലപ്പായി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് മെത്തേഡിൽ ഇപ്പോൾ വരുന്ന ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഇതിനെ കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നല്ല നല്ല മെഷീനിങ് സെറ്റപ്പുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോഴും ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്തേ പഠിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.